വൻ കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞം തുറമുഖം. അദാനി പോർട്ടുമായി കൈകോർക്കാൻ ആഗോള കപ്പൽ കമ്പനി. 49% ഓഹരിക്കായി MSC നിക്ഷേപിക്കുന്നത് 13,000 കോടി. തുറമുഖത്തിന്റെ ശേഷി 16 നിന്ന് 57 ലക്ഷം TEU ആയി ഉയരും. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രധാനാധ്യാപക നിയമനം. കേട്ടേറ്റ യോഗ്യത ഇല്ലാത്തവർ പട്ടികയിൽ യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകർ. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. BJPയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന പ്രമേയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ലോക്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. മുഖ്യമന്ത്രി പങ്കെടുക്കും. കയ്യാങ്കളിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർക്കെതിരെ കേസ്. വനിതാ അംഗങ്ങളുടെ പരാതിയിൽ നടപടി. വനിതകളെ തടഞ്ഞുവെച്ചുവെന്നും മർദ്ദിച്ചുവെന്നും FIR. ഓപ്പറേഷൻ തൂഫാൻ യോഗത്തിലെ പ്രതിനിധി ബാറിൽ അറസ്റ്റിൽ. മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് അകത്തായത് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഷിബു. കെ സുധാകരൻ MP വിളിച്ച യോഗത്തെക്കുറിച്ച് അറിവില്ലെന്ന് DCC. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 തിരുവനന്തപുരത്ത് തുടക്കം. ലഹരിക്കടത്തിന്റെ വേരറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ആഭ്യന്തരമന്ത്രി. ന്യൂസ് 18 പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. സ്വകാര്യ ബസ് സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ഗതാഗത മന്ത്രി വിളിച്ച ചർച്ച ഇന്ന്. പ്രിയദർശിനി സർവീസിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയെന്ന് ഉടമകൾ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടങ്ങൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്കൂൾ ബസ് ഇടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. എടവണ്ണ കൊയിലാണ്ടി പാതയിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് മലപ്പുറത്ത് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. +2 പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉറപ്പാക്കാൻ സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വാഹന മോഡിഫിക്കേഷൻ കേന്ദ്ര നിയമാവലി അനുസരിച്ച് മാത്രമെന്ന് CP ജോൺ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി. വിവരങ്ങൾ നൽകേണ്ടത് ഓൺലൈനായി. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചില്ലെന്ന് കണക്കുകൾ. പശ്ചിമേഷ്യൻ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ വാദം ഇറാൻ തള്ളി. ചർച്ചയ്ക്കായി US പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെന്ന് ട്രംപ്. ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാൻ. നോക്കൌട്ടിൽ വമ്പന്മാർക്ക് കാലിടറുന്നു. ജർമ്മനിയും നെതർലൻഡ്സും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. പരാജയം പെനൽറ്റി ഷൂട്ടൌട്ടിൽ. ജപ്പാന്റെ വെല്ലുവിളി മറികടന്ന് ബ്രസീൽ. ഫ്രാൻസ് ഇന്ന് സ്വീഡനെ നേരിടും.